10 വർഷത്തെ LDF ഭരണം ഏകദേശം 120 മാസം പിന്നിടുന്നു. ഈ കാലയളവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായത് 5 മാസം. കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ 2 സാമ്പത്തിക വർഷങ്ങളിലായി കൊടുത്തുതീർക്കുമെന്ന് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകി. അതിൽ 2 എണ്ണം കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊടുത്തുതീർത്തു. ബാക്കി കുടിശ്ശികയുള്ള 3 എണ്ണത്തിൽ ഒരു ഗഡു ഈ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ മെയ് മാസത്തിൽ തന്നെ കൊടുക്കുകയാണ്. ഒരു മാസത്തെ കുടിശ്ശിക കൂടി നൽകാൻ തീരുമാനം. മെയ് മാസത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനായി ഗുണഭോക്താക്കൾക്ക് 3200 രൂപ ലഭിക്കും. നിലവിൽ 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു മാസത്തെ കുടിശ്ശിക അനുവദിച്ചതോടുകൂടി 2 മാസത്തെ കുടിശ്ശികയാണ് ഇനി നിലവിലുള്ളത്. പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാതിരുന്നതിൽ സർക്കാരിന് വളരെ വലിയ വിമർശനങ്ങളാണ് നേരത്തെ നേരിടേണ്ടി വന്നത്. ഇതേ തുടർന്നാണ് സർക്കാർ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി കൊടുത്തു തീർക്കുവാൻ തീരുമാനിച്ചതും. അതിന്റെ ഭാഗമായാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ തുടർച്ചയായി കുടിശ്ശിക അടക്കം ക്ഷമ പെൻഷനുകൾ വിതരണം ചെയ്തു വരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുത്ത് സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ജനപിന്തുണ ഉറപ്പിക്കുവാനാണ് സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്ഷേമ പെൻഷനുകൾ കൃത്യമായി ലഭിക്കുന്നത് സംസ്ഥാനത്തെ സാധാരണക്കാരായ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരായ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.